ഹായ് സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെ വീഡിയോ മുഴുവനായിട്ട് കാണുക, സബ്ബും ലൈക്കും ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് നല്ലൊരു അടിപൊളി ഐറ്റായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ 2 ക്യാരറ്റും കുറച്ച് രാഗിയും വെച്ചിട്ട് നമുക്ക് നല്ല അടിപൊളി ഒരു ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നമ്മൾ ഈ ചൂട് കാലത്തിനൊക്കെ നല്ല അടിപൊളി ഡ്രിങ്ക് കേട്ടോ, കഴിക്കാനും ടേസ്റ്റുമാണ്, നമ്മുടെ ശരീരത്തിന് നല്ല ഒരു സംഭവം കൂടിയാണ് കേട്ടോ. അതുപോലെ നമ്മളെ ബ്ലഡ് കുറവുള്ള ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് തന്നെ ബ്ലഡ് കൂടാനും ഒക്കെ ഇത് നല്ലൊരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ക്ഷീണത്തിനും അതുപോലെ നമ്മൾ ഈ മരുന്നൊക്കെ കുടിക്കുന്ന ആൾക്കാർക്ക് ഇടയ്ക്കൊക്കെ ഈ ഇംഗ്ലീഷ് മരുന്നൊക്കെ കുടിക്കുമ്പോൾ ഭയങ്കര ക്ഷീണവും ബ്ലഡിൻ്റെ കുറവും അങ്ങനെയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആ സംഭവങ്ങളൊക്കെ ഒന്ന് ഇല്ലാതാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്ക് കേട്ടോ അത്. 2 ക്യാരറ്റും കുറച്ച് രാഗിയും, ഞാൻ രാഗി കുതിർത്ത് വെച്ചതാണ് കേട്ടോ, രാവിലെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചാണ്. അപ്പോൾ നമ്മൾ ഇന്ന് എല്ലാതും എന്നും ഈ ഫ്രൂട്ട്സും അതും ഇതൊക്കെ അടിച്ചിങ്ങനെ ജ്യൂസ് കുടിക്കല്ലേ. അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് ഫ്രൂട്ട്സൊന്നും വളരെ നല്ലതൊന്നും അല്ല, എന്നാലും നമുക്ക് ഈ ചൂട് കാലത്തൊക്കെ അത് കിട്ടിയാൽ എത്രയോ ഇതാട്ടോ ആശ്വാസമാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഫ്രൂട്ട്സ് എല്ലാതും വാങ്ങിയിട്ടും ജ്യൂസ് അടിച്ചിട്ടും ഒക്കെ നമ്മൾ തയ്യാറാക്കി കുടിക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഇന്ന് നമുക്ക് ഇതുപോലെ ഒരു ഡ്രിങ്ക് കുടിച്ചാൽ ഒരു കുഴപ്പമില്ല, ശരീരത്തിന് നല്ലതുമാണ് കേട്ടോ. അപ്പോൾ നല്ലോണം തണുപ്പിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനിതാ നമ്മളെ രാഗി നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അരച്ചിട്ട് ആ ഉമ്മിയൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പൊടി കൊണ്ട് ഉണ്ടാക്കട്ടോ. പക്ഷേ നമ്മൾ രാഗി ഇങ്ങനെ ഉണ്ടാക്കണതിലേറെ ഇതിൽ പൊടി വാങ്ങുമ്പോൾ അതിലെന്തായാലും മിക്സർ ഉണ്ടാവും കേട്ടോ. പിന്നെ നമ്മൾ രാഗി വാങ്ങിയിട്ട് ഉണക്കി പൊടിക്കണം, അല്ലാതെ പാക്കറ്റ് പൊടിയിലൊക്കെ എന്തായാലും കൃത്രിമം ചേർത്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിത് ആ രാഗിയൊക്കെ നല്ലതുപോലെ അരിച്ചെടുക്കുക കേട്ടോ. ഇതുപോലെ ഉമ്മിയൊക്കെ നല്ലതുപോലെ ഒന്ന് എടുക്കുക. എന്നിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കണം കേട്ടോ. ഇത് പഞ്ചസാര ഒന്നും ഇപ്പോൾ ഇടണ്ട, അത് കുറുക്കി കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ജ്യൂസ് ആക്കുമ്പോൾ നമുക്ക് പഞ്ചസാര ആവശ്യത്തിനുള്ള ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ഗ്യാസൊക്കെ കത്തിച്ച് ഞാനിതാട്ടോ പാല് പോലെ ഉണ്ടല്ലേ കണ്ടിട്ട്, ഇപ്പോൾ പാലൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ, വെറും നമ്മൾ രാഗി അരച്ചതിൻ്റെ മാവാണ് കേട്ടോ. അപ്പോൾ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇളക്കി ഒന്ന് തിക്കായി വരുന്നവരെ, അപ്പോൾ അടി പിടിക്കാതെ ഒന്ന് ശ്രദ്ധിച്ച് ഇളക്കണം കേട്ടോ. അപ്പോൾ അതങ്ങോട്ട് റെഡി ആകുമ്പോഴത്തേനും നമ്മൾ ക്യാരറ്റ് ഇതാട്ടോ, 2 ക്യാരറ്റ് നമ്മളൊന്ന് വേവിച്ചെടുക്കുക. പിന്നെ അതിക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക 2 ഏലക്കായും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ നല്ലൊരു ഏലക്കായൻ്റെ ഫ്ലേവറും വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ, മണം ഉണ്ടാകും. അപ്പോൾ അതാ ഞാൻ കുക്കർക്കൊക്കെ ഇട്ട് കൊടുത്തിട്ട് 2 ഏലക്കായും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് എന്തായാലും അതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതാ രാഗിൻ്റെ ഇത് ഞാനവിടെ വെച്ചിട്ട് ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുമുണ്ട്. അപ്പോൾ എന്തായാലും ഇത് നമുക്ക് വേവിക്കാനും നമ്മൾ ഇതിൽ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിക്കണം കേട്ടോ. ഇനി എന്തായാലും നമ്മളത് അതൊക്കെ കുറുകി കുറച്ചും കൂടി ഒന്ന് കുറുകാണ്ട് കേട്ടോ. തണുത്താൽ തന്നെ ഒന്നുകൂടി കുറുകി കിട്ടുമല്ലോ. അപ്പോൾ എന്തായാലും രാഗി ഇതാ നല്ലതുപോലെ ഒന്ന് ഇളക്കി നല്ല സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കൊരുപാട് ഇഷ്ടമുള്ള സംഭവം കേട്ടോ ഈ റാഗി. അപ്പോൾ ഞാനിത് ഇങ്ങനെ നമ്മൾ ശർക്കരയൊക്കെ ഇട്ടിട്ട് ഉപയോഗിക്കാറുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഞാൻ ബ്ലഡിൻ്റെ കമ്മിക്കൊക്കെ നമുക്ക് അത്യാവശ്യ സംഭവമാണ് കേട്ടോ ഇത്. ബ്ലഡ് പെട്ടെന്ന് തന്നെ നമ്മൾ റാഗിയൊക്കെ ഇങ്ങനെ കുറുക്കി കഴിക്കുകയാണെങ്കിൽ കുറച്ച് ശർക്കരയും തേങ്ങയൊക്കെ ഇട്ടിട്ട് കഴിക്കാൻ, ഇത് തനിച്ച് കഴിക്കാൻ പറ്റാത്തവർക്ക് കേട്ടോ. അപ്പോൾ കുറച്ച് ശർക്കരയും തേങ്ങയൊക്കെ ഇട്ട് കഴിക്കുകയാണെങ്കിലും നല്ലതാണ് കേട്ടോ നമ്മളെ ശരീരത്തിന്. ഇത് അറിയാത്തവരൊന്നും അത് ഉണ്ടാവില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാവും കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ റാഗിയൊക്കെ അതാ നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് ക്യാരറ്റും ഞാൻ അതുപോലെ തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജ്യൂസാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിതാ കുറച്ച് പിന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. 2 പ്രാവശ്യമായിട്ട് അരച്ചെടുക്കാനാണ്. പിന്നെ അതാ കുറച്ച് ക്യാരറ്റും ഇട്ട് കൊടുക്കുക. ക്യാരറ്റ് വേവിച്ച വെള്ളമൊന്നും കളയേണ്ട ആവശ്യമില്ല കേട്ടോ. അതും ഞാൻ എന്തായാലും ഇതിലൊഴിച്ച് നമ്മൾ മിക്സിയിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി അപ്പോൾ അതാ നമുക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കണം. പഞ്ചസാരയും നല്ല കട്ടിയുള്ള പാലും കൂടി ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സിൻ്റെ ജാറിലിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഞാൻ കുറച്ച് പാലും കൂടി പറഞ്ഞിട്ടോ. അപ്പോൾ ഒരു വട്ടാക്കി അരച്ചെടുക്കാൻ മിക്സിൻ്റെ ജാറ് വലിപ്പം ഇല്ലാത്തതുകൊണ്ട് കേട്ടോ. വലിയ ജാറൊക്കെ ആണെങ്കിൽ ഫുള്ള് മൊത്തമായിട്ട് ഇട്ടിട്ട് ഒന്നാണ്ട് കറക്കിയെടുക്കുക. ഇനി ഇതാ നമുക്ക് കുറച്ച് തണുത്ത വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഒരുപാട് കട്ടിയാവും കേട്ടോ പാലും ക്യാരറ്റും പിന്നെ അതുപോലെ തന്നെ റാഗിയും ഇതൊക്കെ ഒന്ന് ഇതാകുമ്പോൾ കുറച്ച് കട്ടിയാകുമല്ലോ. അപ്പോൾ എന്തായാലും കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനത് കുറച്ച് തണുത്ത വെള്ളമാണ്, അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ.
അപ്പോൾ നമ്മളെ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമായിക്കണം കേട്ടോ. അത് ഞാൻ ഉണ്ടാക്കിയപ്പോൾ കരുതി കഴിക്കൂല എന്നൊക്കെ വിചാരിച്ചു, പക്ഷേ കുറച്ച് തന്നെ ഞാൻ ഉണ്ടാക്കിയുള്ളൂ കേട്ടോ. എന്താ അവസ്ഥ അറിയാൻ വേണ്ടി എല്ലാവർക്കും പറ്റുമോ ഇല്ലെന്ന് അറിയില്ലല്ലോ, പക്ഷേ നല്ല ടേസ്റ്റ്, കുടിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഒന്ന് തണുപ്പിച്ചും കൂടി എടുത്തപ്പോൾ അടിപൊളിയായിരുന്നു. അപ്പോൾ അതാ നമ്മൾ ഫസ്റ്റ് ഇട്ടത് അരിക്കാതെയാണ് കേട്ടോ ഒഴിച്ചത്. അപ്പോൾ ഞാനൊന്ന് അരിച്ചിക്കണ്, പിന്നെ അതാ രണ്ടാമതും ഞാൻ അരിച്ചെടുത്തേക്കണം കേട്ടോ. അപ്പോൾ ഇനി ഇതിലേറെ കുറച്ചും കൂടി ഒന്ന് ലൂസാക്കണം കേട്ടോ. ഒരുപാട് ടൈറ്റ് ആക്കിയിട്ടല്ല, ഒന്നുകൂടി ലൂസാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അത് അരിച്ചെടുക്കുമ്പോൾ നമ്മൾ ആ ക്യാരറ്റിൻ്റെ കച്ചറ ഉണ്ടാവുമല്ലോ, ചിലതൊക്കെ അറിയാതെ ഇങ്ങനെ ഉണ്ടാവുമല്ലോ. അപ്പം രാഗിൻ്റെ തരിയും കുറച്ച് അരിച്ചെടുക്കാണ്ടായിരുന്നു. അപ്പോൾ അരിപ്പിയിൽ തട്ടോ തങ്ങിക്കണം. അപ്പോൾ നമ്മൾ ഡ്രിങ്കൊക്കെ സൂപ്പറായിട്ട് നമ്മളിത് അരിച്ചെടുത്തിക്കണം. ഇനിയും ആവശ്യം മധുരം ഇട്ട് കൊടുത്തിട്ടാണല്ലോ അരച്ചത്. അപ്പോൾ മധുരം ഒരുപാട് മധുരം ഇടുമ്പോൾ ഒരു ടേസ്റ്റ്, ഒരു ലൈറ്റ് മധുരത്തിൽ കുടിക്കാനാണ് കേട്ടോ രസം. അപ്പോൾ ഇതൊന്ന് തണുപ്പിച്ചെടുക്കണം കേട്ടോ. തണുപ്പ് വേണം, അപ്പോഴേ നല്ല കുടിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളിനി നോമ്പ് തുറക്കേണ്ട ടൈം ആവണമല്ലോ കേട്ടോ. അപ്പോൾ ഞാനത് കുറച്ച് മുന്നേ തന്നെ ഉണ്ടാക്കി വെക്കുകയാണ്. അപ്പോൾ നമ്മൾ നോമ്പ് ബാങ്ക് കൊടുക്കാനാകുമ്പോഴത്തേനൊക്കെ തണുത്ത് സെറ്റായി വന്നോളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ അടിപൊളി ഡ്രിങ്ക് അവിടെ റെഡിയാക്കി ഞാൻ വെച്ചിരിക്കണു. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് വത്തക്കയാണ് ഇട്ടുള്ളത്. ഇന്ന് വത്തക്ക പിന്നെ വാങ്ങിയപ്പോൾ എന്താ അറിയില്ല കേട്ടോ, അതിൻ്റെ ഉള്ളിൽ ഒരു കളർ ചേഞ്ച് കേട്ടോ, മഞ്ഞയും ചുവപ്പൊക്കെ പറഞ്ഞ പോലെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ നല്ല നാടൻ പഴം പൊരിച്ചതും ഉണ്ടായിരുന്നു, പഴംപൊരി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ 3 ഇട്ടപ്പോൾ അങ്ങോട്ട് ഒട്ടിയിരിക്കണം, അപ്പോൾ അത് വേറെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി കുറച്ച് അതുപോലെ ഈത്തപ്പഴം ഞാൻ പൊരിച്ചിരിക്കണം. പിന്നെ അങ്ങനെ ഇതാ നമ്മളെ ഡ്രിങ്കൊക്കെ നല്ല അടിപൊളി തണുത്ത് വന്നിട്ട് നമ്മളിപ്പോൾ ഇതാ ഗ്ലാസ്സൊക്കെ ഇങ്ങനെ പറഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ 5 ആളേ ഉള്ളൂ കേട്ടോ, പക്ഷേ ഞാൻ ഓർമ്മയില്ലാതെ 6 ഗ്ലാസ്സൊക്കെ വെച്ചിരിക്കണം. ഉമ്മാൻ്റെ കണക്കും നോക്കിയിട്ട് 6 ഗ്ലാസ് കേട്ടോ. അപ്പോൾ ഇമ്മ ഇല്ല കേട്ടോ. അപ്പോൾ ഇമ്മ നോമ്പ് തുറക്കാൻ ഉമ്മക്ക് പല അവിടെ ക്ഷണം ഉണ്ടായിട്ട് അങ്ങനെ ഉമ്മ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ അടിപൊളി ക്യാരറ്റും റാഗിയും വെച്ചുള്ള ഡ്രിങ്ക് റെഡി ആയിക്കണം കേട്ടോ. ഇനി ഞാൻ അതിൻ്റെ മേലെ കൂടെ വെറുതെ ചൊറുക്കിന് വേണ്ടിയിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇങ്ങനെ പൊളിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെറുതെ രസത്തിന് അത് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേനും അടിക്ക് താന്ന് പോകും കേട്ടോ. അങ്ങനെ താന്ന് 2 താന്ന് പോയിക്കണോ പിന്നീട് വെച്ചത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ നോമ്പ് തുറ വിശേഷങ്ങൾ ഇതാട്ടോ. ഇന്നത്തെ ഇതൊക്കെ തന്നെയാണ് വിശേഷങ്ങളും വിഭവങ്ങളും ഒക്കെ തന്നെ കേട്ടോ. കുറച്ച് പിന്നെ ഇത് നമ്മൾ മുട്ടയും ബ്രെഡും വെച്ചിട്ട് ഒരു സംഭവം ഉണ്ടാക്കിയതാണ് കേട്ടോ. അത് കട്ട് ചെയ്തപ്പോൾ ആകെ ചന്നം ഭിന്നം ആയി പോയിട്ടോ. പക്ഷേ കാണാൻ ലുക്കില്ലെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ നോമ്പ് തുറക്കുകയാണ് കേട്ടോ. ഞങ്ങൾ ബാങ്ക് കൊടുക്കാൻ സമയമായി. അങ്ങനെ നോമ്പ് തുറക്കലും ഒക്കെ കഴിഞ്ഞിട്ട് ഇത് നമ്മൾ അത്താഴത്തിന് നയിച്ചൊരു വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് അത്താഴത്തിന് ഞങ്ങൾക്ക് പപ്പടം പൊരിച്ചതും ഉണക്കമീൻ പൊരിച്ചതും അതുപോലെ നല്ല ചിരങ്ങ താളിപ്പുമാണ് കേട്ടോ ഇന്നത്തെ അത്താഴത്തിനുള്ളത്. അപ്പോൾ മക്കളൊക്കെ അതാ കഴിച്ച് ഓരോരുത്തർ ഫോണും എടുത്ത് അവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഞാനും നമ്മൾ പുതിയ അപ്പളും കൂടി ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇതൊക്കെ തന്നെ കേട്ടോ സുഹൃത്തുക്കളെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്കും സബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.